യാങ്ജുന് ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടം തോന്നുന്നു. അവൾ തന്റെ സിസ്റ്ററിനോട് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നു. അത് കണ്ടതും അവൾ ഡെഫ് ആൻഡ് മ്യൂട്ട് ആണെന്ന് അവന് മനസ്സിലാവുന്നു. അതിനുശേഷം അവൾ പോയതും യാങ്ജുൻ അവളുടെ സിസ്റ്ററിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ പേര് ചോദിക്കുന്നു. അവൾ എന്റെ ചേച്ചിയെ നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ യാങ്ജുൻ അതെ എന്ന് പറയുന്നു. അത് കേട്ട് ഹാപ്പിയായ ആ പെണ്ണിന്റെ സിസ്റ്റർ സൈൻ ലാംഗ്വേജിൽ അവളുടെ പേര് ലീസ എന്ന് പറയുന്നു. എന്നാൽ യാങ്ജുൻ അവളുടെ നമ്പർ ചോദിച്ചതിന് നീ തന്നെ അവളുടെ മനസ്സിൽ കയറി പറ്റി നമ്പർ വാങ്ങണമെന്ന് പറയുന്നു. അവിടെ നിന്ന് പോയ യാങ്ജുൻ അവളെ ഇനി കാണാൻ ഒത്തിരി ദിവസമാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അടുത്ത ദിവസം തന്നെ അവൻ ഫുഡ് ഡെലിവറിക്കായി പോകുമ്പോൾ വീണ്ടും അവളെ കാണുന്നു. നോക്കുമ്പോൾ അവളുടെ വണ്ടി കംപ്ലൈന്റ് ആയി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് വന്നവൻ ഹെൽപ്പ് വേണോ എന്ന് സൈൻ ലാംഗ്വേജിൽ ചോദിക്കുന്നു. അത് കേട്ട് ലീസ തലയാട്ടിയതും യാങ്ജുൻ വണ്ടി ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷമാണ് അത് ശരിയാക്കാൻ ഒത്തിരി സമയം വേണമെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ ലീസ അർജന്റായി എവിടേക്കോ പോകണമെന്ന് പറയുന്നു. അതുകൊണ്ട് യാങ്ജുൻ അവന്റെ വണ്ടി എടുക്കാൻ പറഞ്ഞ് ലീസയുടെ വണ്ടി ശരിയാക്കി വെക്കാമെന്ന് പറയുന്നു. ലീസ വേറെ വഴിയില്ലാതെ തന്റെ നമ്പർ കൊടുത്ത് യാങ്ജുന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി യാങ്ജുൻ ലീസയ്ക്ക് മെസ്സേജ് അയക്കുന്നു. പക്ഷെ ഒത്തിരി നേരമായിട്ടും ലീസയുടെ റിപ്ലൈ ഒന്നും വരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഫോൺ നോക്കിയപ്പോഴാണ് അവൾക്ക് ആ വണ്ടിയുടെ കാര്യം തന്നെ ഓർമ്മ വരുന്നത്. അവൾ അവനോട് സോറി എന്ന് റിപ്ലൈ ചെയ്യുന്നു. യാങ്ജുൻ ആ മെസ്സേജ് കണ്ടതും വളരെയധികം സന്തോഷിക്കുന്നു. ഉടനെ ലീസ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ വണ്ടി മാറ്റിയെടുക്കാമെന്ന് പറയുന്നു. യാങ്ജുൻ അവളുടെ വണ്ടി ശരിയാക്കിയത് മാത്രമല്ല അത് പുതിയതുപോലെ കഴുകിയും വെക്കുന്നു. അതിനുശേഷം ലീസ അവിടെ വന്ന് നോക്കുമ്പോൾ അത് തന്റെ വണ്ടിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ അതിന് പേ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ അവളെ സ്റ്റോപ്പ് ചെയ്ത യാങ്ജുൻ എനിക്ക് കാശ് വേണ്ട, ഒരു കോഫി മതിയെന്ന് പറയുന്നു. അതേസമയം ലീസയ്ക്കും അവനെ ഇഷ്ടമായി. അവൾ ചിരിച്ചുകൊണ്ട് അതിന് സമ്മതിക്കുന്നു. അതിനുശേഷം അവർ ഇടയ്ക്കിടെ മീറ്റ് ചെയ്യുന്നു. ദിവസങ്ങൾ പോകുന്തോറും അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. വൈകാതെ തന്നെ യാങ്ജുന്റെ പാരന്റ്സ് അവന് മാറ്റങ്ങളുള്ളത് കണ്ടെത്തുന്നു. പക്ഷെ യാങ്ജുനോട് ചോദിക്കുമ്പോൾ എനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞ് അവൻ എസ്കേപ്പ് ആവുന്നു. അതിനുശേഷം ഒരു ദിവസം ലീസയ്ക്ക് ജോലി നഷ്ടമായി. അവൾ അപ്സെറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അവളെ കംഫർട്ട് ചെയ്യാനായി വന്ന യാങ്ജുൻ അവൾ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് അവന്റെ മനസ്സിലുള്ളതെല്ലാം പറയാൻ തുടങ്ങുന്നു. അതേസമയം അവൻ വന്നതറിഞ്ഞ് ലീസയുടെ മൂഡ് കംപ്ലീറ്റ് ആയി ചേഞ്ച് ആവുന്നു. യാങ്ജുൻ അവളോട് എന്റെ ഫാമിലി റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത് നിന്റെ പാരന്റ്സിന് ഓക്കെ ആയിരിക്കുമോ എന്നവൾ ചോദിക്കുന്നു. അതിനവൻ നീ എത്ര നല്ലവളാണെന്നറിയാൻ നീ സംസാരിക്കുന്നത് കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു. അടുത്ത ദിവസം തന്നെ യാങ്ജുൻ ലീസയെ തന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നോക്കുമ്പോൾ അവന്റെ പാരന്റ്സ് ലീസയോട് വളരെ നന്നായി ബിഹേവ് ചെയ്യുന്നു. അതുമാത്രമല്ല അവളോട് സംസാരിക്കുന്നതിനായി അവർ ഒരു നോട്ട്ബുക്കും റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ലീസയ്ക്ക് അവരോടൊപ്പം ആയിരിക്കുന്നത് വളരെയധികം കംഫർട്ടായി തോന്നുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ യാങ്ജുന്റെ അമ്മ നിനക്ക് എന്റെ മകനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അത് കേട്ട് യാങ്ജുൻ മാത്രമല്ല അവന്റെ പാരന്റ്സും ഷോക്ക് ആവുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവർ രണ്ടുപേരും പരസ്പരം ഡെഫ് ആൻഡ് മ്യൂട്ട് ആണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നതാണ്. യാങ്ജുൻ ഇപ്പോൾ ഹാപ്പി ആയെങ്കിലും താൻ അവളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ അവന് ഓർമ്മ വരുന്നു. അവൻ മടിയോടെ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അടുത്ത നിമിഷം തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൾ സൈൻ ലാംഗ്വേജിൽ കാണിക്കുന്നു.